ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നൊരു ഓണം റെസിപ്പിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. കുമ്പളങ്ങ പച്ചടി. വളരെ ഈസി ആയിട്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള ഒരു കുമ്പളങ്ങ കഷ്ണമാണ്. ഇതൊരു മീഡിയം സൈസ് കുമ്പളങ്ങ ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ആദ്യം കുമ്പളങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ അകത്തെ കുരുവെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി കുമ്പളങ്ങയുടെ പുറത്തെ തൊലിയെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാനുള്ള പാനിൽ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് കുമ്പളങ്ങയാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് പാകത്തിന് വേവിച്ചെടുക്കണം. കുമ്പളങ്ങ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാൻ മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ്റെ മൂടി ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. കുമ്പളങ്ങ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരൊന്ന് കുക്ക് ചെയ്യണം. പച്ചടിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 3/4 കപ്പ് ചിരവിയ തേങ്ങ, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്. അരപ്പുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങയും കടുകും പച്ചമുളകും കൂടി കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത അരപ്പിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. കുമ്പളങ്ങ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കുമ്പളങ്ങയിലുള്ള വെള്ളമെല്ലാം വറ്റി പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കയ്യിലെടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് തൈരും കൂടി ചേർക്കാനുള്ളതാണ്. അരപ്പ് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുമ്പളങ്ങ വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ പാകത്തിന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പച്ചടിയിൽ ചേർക്കാനുള്ള തൈരാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് തൈരാണ്. അതൊന്നും ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. പച്ചടിക്ക് തൈര് എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈര് എടുക്കരുത്. ചെറിയ പുളിയുള്ള തൈര് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അരപ്പ് ചേർത്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞ് പച്ചടി ഒട്ടും തിളക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കൂടി വറുത്തിടണം. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു പച്ചടിയാണിത്. പച്ചടിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കൂടി ചേർത്ത് ഞാൻ മൂപ്പിച്ചിട്ടുണ്ട്. ഉണക്കമുളകും കറിവേപ്പിലേക്കും എണ്ണയിലേക്ക് ഇടുന്ന ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല. ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ്. ഇനി കടുക് വറുത്തത് നമുക്ക് പച്ചടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ സദ്യ സ്റ്റൈൽ പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്